ഓണത്തിന് ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനിന്ന് വെള്ളരിക്ക വെച്ചിട്ട് നല്ലൊരു സദ്യ പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയൊരു വെള്ളരിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കടായിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 3 പച്ചമുളകും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇനി ഈ ഒരു അരപ്പ് നമുക്ക് വെന്തിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 1/4 ടീസ്പൂണോളം കടുക് ചതച്ചതാണ്. അപ്പൊ ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരപ്പ് നന്നായി വെന്ത് വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വരട്ടെ. നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചെടുത്താൽ മതി. ഈ ഒരു തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്ത് കഴിഞ്ഞ് തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കടുക് കൂടി താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. 4 വറ്റൽമുളക് 2ആയി മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കൊണ്ടിട്ടുള്ള സദ്യ പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീരാ കൃഷ്ണൻ.